അവസാനം ഉസ്താദ് AP ഉസ്താദ് കട്ടിപ്പാറ ഉസ്താദിനെ കാണാൻ വേണ്ടി കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിൽ കയറി ചെന്നപ്പോ ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഇങ്ങനെ കിടന്നു. ഉസ്താദ് വന്നു, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഉസ്താദ് ഒരൊറ്റ എണീറ്റ് ഇരിക്കല. AP ഉസ്താദിന് വന്നു എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവതരിപ്പിക്കുന്നത് വളരെ ഒരു സാക്ഷികൾ ഇവിടെ ഉണ്ട്. എണീറ്റ് ഇരിക്കാൻ പോയിട്ട് വെള്ളം പോലും കുടിക്കാത്ത മനുഷ്യർ ഒറ്റ എണീറ്റ് ഇരിക്കുകയാണ്. ഇരുന്നു എന്ന് മാത്രല്ല, ഉസ്താദിന്റെ കൈ മുറുക്കി പിടിച്ച് എത്ര തവണ ചുംബിച്ചെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അത്ര തവണ ചുംബിച്ച് പറഞ്ഞു, അള്ളാഹു ആ ഉസ്താദെ നിങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. നിങ്ങൾ നോക്കാമെന്ന് ഉസ്താദിനുള്ള മഹബത്ത് നോക്കി. നിങ്ങൾ KK ഉസ്താദിനെ കുറിച്ച് ഇവിടെ നമ്മൾ ഇത്രയും സമയം കേട്ടു. ഇനി ഒരുപാട് കേൾക്കാത്തത് ബാക്കിയാണ്. ഇത് കേൾക്കുന്നതിലൂടെ പുതിയ തലമുറക്ക്, ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് നമ്മെ സ്വയം തിരുത്താനും ഈ വേഷവും ഭുഷാദികളും അലങ്കാരങ്ങളും ഒന്നുമല്ല, അതിനപ്പുറത്തുള്ള ഒരു മനസ്സ്, അതാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഉസ്താദിൽ ഉണ്ടായിരുന്നു, ചെറിയ ഉസ്താദിൽ ഉണ്ടായിരുന്നു, നമ്മളെ കഴിഞ്ഞുപോയ സാത്വികരായ പണ്ഡിതരിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകൾ ഉണ്ട്, അനുഭവങ്ങളുണ്ട്. വെറും വാക്കുകളല്ല, അനുഭവങ്ങൾ. അതായത് ജനങ്ങൾക്കിടയിലൂടെ നടന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുറൈശികള്, മക്കയിലെ കുഫാറുകള് പലപ്പോഴും ആക്ഷേപിച്ച് ചോദിക്കാറുണ്ട്, ഇതെന്ത് നബിയാ, അങ്ങാടി കൂടെ നടക്കുക, ആളുകളെ സംസാരിക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, സാധാരണക്കാരെ പോലെ നടക്കുന്നവർ ഇതെന്ത് നബിയ എന്ന് ചോദിച്ച് അത്ഭുതം പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് കുറ്റപ്പെടുത്തലല്ല എന്നും അതാണ് മനുഷ്യത്വമെന്നും ലോകത്തെ പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ മാതൃക അങ്ങനെ തന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ കേട്ടതിലൊക്കെ ഇപ്പൊ അവസാനം തങ്ങൾ പറഞ്ഞപ്പോഴും അത് പറഞ്ഞപ്പോൾ അത് വല്ലാത്ത, അതാണ് ജനങ്ങളിൽ ഇറങ്ങി മണ്ണിലിറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ജനങ്ങളെ കൂടെ നിൽക്കുക. ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു സാന്ത്വനം, ഒന്ന് കൂടെ ഒരു സംഗതി പോയി പറയാൻ, അതൊന്ന് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ്. എപ്പോഴും ഇപ്പൊ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ വലിയ പറയുന്ന കാര്യമാണ്, പക്ഷെ ഈ പറയുന്ന സംഗതികളൊക്കെ കേട്ടുപോവല്ലാതെ എന്ന് പറഞ്ഞാൽ കേൾവിക്കാരൻ, ഏറ്റവും നല്ലൊരു കേൾവിക്കാരനായാൽ തന്നെ ഒരു മനുഷ്യന്റെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീരും. ഒരാൾ കാര്യമായ ഒരു വിഷയം പറയാൻ വരുമ്പോ ഞാനിപ്പോ നല്ല തിരക്കിലാണെന്ന് പറഞ്ഞ് വാച്ച് നോക്കി പോയാൽ ആ പാവം വന്ന ആൾ നിരാശനായി പോകുന്നു. അയാൾക്കൊന്നുമില്ലെങ്കിൽ ആ പറഞ്ഞെങ്കിൽ അയാൾ മനസ്സിലുള്ളതൊന്ന് ഒഴിവാക്കാൻ സാധിച്ചെങ്കിൽ എന്നുള്ള ആ ഒരു അവസ്ഥ പോലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് KK ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, മഹാരഥന്മാർ നമുക്ക് മുന്നിൽ ജീവിച്ചു കാണിച്ച് മാതൃകയായി തന്നത്. ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, KK ഉസ്താദിനെ കുറിച്ച് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ കേൾക്കാത്തതൊക്കെ അവരെ വഫാത്തിന് ശേഷം ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് ഖൈറാവുകയാണ്. എന്താ കാരണം? അത് കേട്ട് നമുക്ക് നന്നാവാൻ സാധിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊന്നും പറയാനില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ ജീവിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതായി പോകുന്നു എന്നുള്ള ദുരന്തം, അതാണ് ഇന്ന് നമ്മൾ ഭയക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഈ നേരത്തെ ഇവിടെ പറഞ്ഞ പേരുകൾ ഓരോന്ന് എണ്ണുമ്പോൾ നമുക്ക് അവരെ കണ്ണിൽ ഇങ്ങനെ ഉദിക്കുന്നുണ്ട്. മർക്കസ് സമ്മേളനത്തിന്റെയും അതുപോലെ നമ്മളെ പ്രസ്ഥാന സമ്മേളനത്തിനൊക്കെ പഴയ ഫോട്ടോസുകളൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കുക. തിളങ്ങുന്ന മനുഷ്യന്മാരിങ്ങനെ നിരന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തൊരു ഭംഗി, എന്തൊരു അലങ്കാരമായിരുന്ന വേദിക്ക്. അത് തന്നെ മതി ആളുകൾ നന്നാവാൻ. അവരെ കണ്ടിട്ട് ആളുകൾ ആകർഷിച്ചുകൊണ്ട് ദീനിലേക്ക് വരുന്ന ഒരു സന്ദർഭം, അതാണ് യഥാർത്ഥ പണ്ഡിതന്റെ ഹൈബത്ത്. അവരിൽ ഒരു പ്രകാശ വലയം അല്ലാഹു കൊടുക്കും. ആ വലയത്തിലൂടെ ആളുകൾ ആകർഷിക്കപ്പെടും. അത്
മനുഷ്യന്റെ ഹൃദയം നന്നാവും. ഇതാണല്ലോ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പൊ ഒരു പല്ല് പോയാൽ പകരം ഒരു പല്ല് മുളയ്ക്കും അല്ലേ? എന്നാ അടുത്ത പല്ല് പോയാൽ പിന്നെ പല്ല് വരില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടുന്ന് ഒരാളങ്ങ് പോകുമ്പോൾ പകരം ഇരുത്താൻ ഒരാൾ നമുക്ക് ഉണ്ടോ? കാണുന്നില്ല. അങ്ങനെ തഖ്വയുള്ളവർ, ഇഖ്ലാസുള്ളവർ, സമർപ്പണ ബോധമുള്ളവർ, ആളുകളെ കിട്ടാനില്ലാത്ത ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അള്ളാഹു നമുക്ക് വലിയ ഫത്ഹ് നൽകുമാറാവട്ടെ. പകരക്കാരെ അള്ളാഹു ഒരുപാട് നമുക്ക് നൽകുമാറാവട്ടെ. ഇഖ്ലാസുള്ള സാത്വികരായ ആ മഹാന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാൻ ഇഖ്ലാസും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദിന്റെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രാസ്ഥാനികമായും സ്ഥാപനപരമായും എല്ലാം ഉയരങ്ങളിലെത്തിയപ്പോഴും തന്റെ സ്വന്തം നാട്, മലയോര പ്രദേശം, ആ പ്രദേശത്തിന്റെ ഓരോ മഹലിൽ ഇരിക്കുന്നത് ഞാനിപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന പല മഹല്ലുകാർ, ഈങ്ങാപ്പുഴയൊക്കെ എല്ലാ മഹല്ലുകാരും ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇവരിവിടെ എത്തി എന്ന് ചോദിച്ചാൽ അവിടെ ഉസ്താദ് പോയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ മഹല്ലുകളിലും ഉസ്താദിന്റെ കയ്യൊപ്പുകളുണ്ട്. ഉസ്താദ് AP ഉസ്താദ് എന്തൊരു വിഷയത്തിനാണെങ്കിലും ഒരു അമീനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലങ്കയ്യായിരുന്നു, നിഴലായിരുന്നു KK ഉസ്താദ്. അത് വല്ലാത്ത ഒരു സാന്ത്വനമാണ്. ഒരു മഹല്ലിന്റെ പ്രശ്നം വന്ന് പറയാൻ ഇനി ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ ശൂന്യതകളാണ്. അള്ളാഹു ഈ ഇരിക്കുന്ന ഇനിയുമുള്ള നമ്മുടെ സാദാത്തുക്കൾ, ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് അവയിലത്തെ സാദാത്ത് തറവാട്ടിൽ നിന്ന് മഹാനായ കുഞ്ഞുമോൻ തങ്ങളുണ്ട്. ഒരു വിഷയം പോയി പറയാൻ അവരുണ്ട്. ഇനി അവരെ പിൻഗാമികൾ അതുപോലെ വളർന്നു വരണം. അതുപോലെ നമ്മളെ പോലെയുള്ള KK ഉസ്താദിന്റെ മക്കളടക്കമുള്ള നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ആ വിടവുകൾ നികത്താൻ വേണ്ടി വളർന്നു വരണം. അതിനാണ് ഉസ്താദിനെ AP ഉസ്താദിനെ കരം പിടിച്ചുകൊണ്ട് KK ഉസ്താദ് തന്റെ മക്കളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരിൽ കഴിവുകളുണ്ട്, അവർ വളർന്നു വരും, ഈ നാടിനെ അവർ നയിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. ആ കുടുംബത്തിന് അല്ലാഹു മനസ്സമാധാനം കൊടുക്കട്ടെ, ഭാര്യയ്ക്ക് അല്ലാഹു മനസ്സമാധാനം കൊടുക്കട്ടെ, ആ വീട്ടുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ ഇങ്ങനത്തെ അനാഥത്വം നമുക്ക് പേറാനുള്ള ഒരവസരം അല്ലാഹു നൽകാതിരിക്കുമാറാവട്ടെ. മഹാനായ ശൈഖുനാ ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇവിടേക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് ദിവസമായി, 2-3 ദിവസങ്ങളായി കുറച്ച് ക്ഷീണം വല്ലാതെ വന്നിട്ടുണ്ട്. അല്ലാഹു അവിടത്തേക്ക് നല്ല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരിക്കലും ക്ഷീണം ഉസ്താദ് പറയാറില്ല. 2 ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വല്ലാതെ ക്ഷീണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദ് രാവിലെ 2-3 ക്ലാസ് എടുക്കുകയാണ്. സാധാരണ പണ്ട് എടുക്കുന്നതിനേക്കാൾ സമയം ഇപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട്. പണ്ട് ബുഖാരി എടുക്കുന്ന 1.5 മണിക്കൂറാണ്, ഇപ്പൊ 2 മണിക്കൂർ ഉസ്താദ് ബുഖാരി എടുക്കും. അത് കഴിഞ്ഞ് തഹസ്സുസിന്റെ ക്ലാസ്സിൽ 2-3 മണിക്കൂർ ഉസ്താദ് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് വരുന്ന മുഴുവൻ ആളുകളെയും കാണുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ പിന്നെ ഒരു മനുഷ്യൻ ക്ഷീണമില്ലാണ്ട് ഞമ്മക്കൊക്കെ തന്നെ ക്ഷീണമല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു തആല നിങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞത്. അല്ലാഹു അടുത്തേക്ക് നല്ല ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആ നേതൃത്വത്തെ ഒരുപാട് കാലം ഇനിയും കാണാൻ എനിക്ക് കഴിഞ്ഞ ദിവസം വീട്ടിൽ കട്ടിപ്പാറസ്ഥാന വീട്ടിൽ ചെന്നപ്പോ എനിക്കൊരു ഫോട്ടോ കാണിച്ചെന്ന്. അവസാനം ഉസ്താദ് AP ഉസ്താദ് കട്ടിപ്പാറ ഉസ്താദിനെ കാണാൻ വേണ്ടി കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിൽ കയറി ചെന്നപ്പോ ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഇങ്ങനെ കിടന്നു. ഉസ്താദ് വന്നു, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഉസ്താദ് ഒരൊറ്റ എണീറ്റ് ഇരിക്കല. AP ഉസ്താദിന് വന്നു എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവതരിപ്പിക്കുന്നത് വളരെ ഒരു സാക്ഷികൾ ഇവിടെ ഉണ്ട്. എണീറ്റ് ഇരിക്കാൻ പോയിട്ട് വെള്ളം പോലും കുടിക്കാത്ത മനുഷ്യർ ഒറ്റ എണീറ്റ് ഇരിക്കുകയാണ്. ഇരുന്നു എന്ന് മാത്രല്ല, ഉസ്താദിന്റെ കൈ മുറുക്കി പിടിച്ച് എത്ര തവണയാ ചുംബിച്ചെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അത്ര തവണ ചുംബിച്ച് പറഞ്ഞു അല്ലാഹു ആ ഉസ്താദെ നിങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. നിങ്ങൾ നോക്കാന്ന് ഉസ്താദിനുള്ള മഹബത്ത് നോക്കുക. ഉസ്താദ് കണ്ണുനീരൊഴുക്കുന്ന ആ ഒരു രംഗം അവരെ കാണിച്ചു തന്നെ. ഉസ്താദ് കരഞ്ഞു അത് പറഞ്ഞപ്പോ സ്വന്തം കാര്യമല്ല, ഇത്ര വിഷമിച്ച് കിടക്കുന്ന എന്റെ കാര്യം എന്നല്ല പറഞ്ഞത്, അങ്ങേക്ക് അല്ലാഹു ആഫിയത്ത് തരട്ടെ എന്ന് പറയുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സാന്ത്വനിപ്പിച്ചത്, അങ്ങ് ഒരിക്കലും വേദനിക്കേണ്ട, വിഷമിക്കൂല. കാരണം എന്താ, അങ്ങ് പാവപ്പെട്ടവന്റെ കൂടെ നിന്നവരാണെന്ന് പഠിപ്പിച്ച് ആ സാന്ത്വനം കൊടുത്തതുപോലെ ഇത്ര
ഇത്രയും വിഷമിച്ച് കിടക്കുന്ന ആ സന്ദർഭത്തിലും ഉസ്താദിനെ സാന്ത്വനിപ്പിക്കാനുള്ള ആ വല്ലാത്തൊരു മനസ്സ്, അത് മതി അവർക്കൊക്കെ സ്വർഗത്തിലേക്ക് പോവാൻ. അള്ളാഹു അവിടത്തേക്ക് സ്വർഗം നൽകുമാറാവട്ടെ, ഉന്നത പദവി നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.